ചീറ്റിംഗിന് ഒരു ബാലൻഡോർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്ലേയേഴ്സിന് 100% ഗ്യാരണ്ടീഡ് ആയിരുന്നു. ഫുട്ബോളിംഗ് ലോകത്തെ ലെജൻഡറി പ്ലേയേഴ്സ് വരെ ഈ ലിസ്റ്റിൽ വരും. മത്സരം ജയിക്കാൻ വേണ്ടി ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രിക്ക് വരെ യൂസ് ചെയ്ത പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന ലൂയിസ് സുവാരേസ് ആണ്. സുവാരേസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഫുട്ബോളിംഗ് പിച്ചിലുള്ള ആന്റിക്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് വേൾഡ് കപ്പിലുള്ള ഈ ഒരു ഹാൻഡ് ബോൾ. സുവാരേസ് പിച്ചിൽ കാണിച്ചിട്ടുള്ള ചീറ്റിംഗ് ഇത് മാത്രമല്ല, ഇറ്റലിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം കിയലീനിയെ കടിക്കുക വരെ ഉണ്ടായി. നമ്മുടെ ലിസ്റ്റിൽ അടുത്തായി വരുന്നത് 2018 വേൾഡ് കപ്പിൽ നെയ്മർ പിച്ചിൽ കിടന്ന് കാണിച്ച കാര്യങ്ങളാണ്. ശരിയാണ്, 2018 വേൾഡ് കപ്പിൽ പല ടീമിന്റെ ഡിഫൻഡേഴ്സ് നെയ്മറിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തൊട്ടാനും പിടിച്ചാനും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടുള്ള യാതൊരു ആവശ്യമില്ലായിരുന്നു. അവസാനം അത് നെയ്മറിനെ തന്നെ എല്ലാവരും ട്രോളുകയാണ് ചെയ്തത്. അടുത്തതായി ഇറ്റലി വേഴ്സസ് ബെൽജിയം മത്സരത്തിലെ ഒരു ഇവന്റാണ്. അന്നത്തെ ഇറ്റലിയുടെ സ്ട്രൈക്കറായിട്ടുള്ള ചീറോ ഇമ്മോബിലെ ഒരു ഫേക്ക് ഇഞ്ചുറി അഭിനയിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ടീം ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഇമ്മോബിലയുടെ ഇഞ്ചുറി എല്ലാം മാഞ്ഞുപോയി. മാച്ച് ജയിക്കാനായിട്ട് അന്നത്തെ റയൽ മാഡ്രിഡ് കോച്ചായിട്ടുള്ള ജോസെ മൊറിനോയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പ്ലേയേഴ്സ് ടൈം വേസ്റ്റ് ചെയ്യുന്നതാണിത്. ഇതിലൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും റയൽ മാഡ്രിഡിന്റെ 2 പ്ലേയേഴ്സ് അലോൺസോയും റാമോസിനും വന്ന് റെഡ് കാർഡ് കിട്ടി. അടുത്തത് നമ്മുടെ ലിസ്റ്റിലാണ് ടിം ക്രൂലാണ്. ടോട്ടനം വേഴ്സസ് നോർവിച്ച് മത്സരത്തിൽ ടോട്ടനം പ്ലേയേഴ്സ് പെനാൽറ്റി അടിക്കാൻ സാധ്യതയുള്ള വശങ്ങൾ മൊത്തം അദ്ദേഹം എഴുതി വെച്ച് അങ്ങനെ പെനാൽറ്റി സേവ് ചെയ്യാനാണ് ഉണ്ടായത്. പ്യുവർ ഫുട്ബോളിംഗ് ലെജൻഡ് ആയിട്ടുള്ള ആൻഡ്രേ പിർലോയുടെ പെനാൽറ്റി സേവ് ചെയ്യുന്നതാണിത്. പക്ഷേ സേവ് ചെയ്യുന്ന അത്ര വെടിപ്പായിട്ടുള്ള രീതിയിലല്ല. ഒരു ഗോളി ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചീറ്റിംഗ് ആണ് ഈ ഒരു ഗോളി ചെയ്തത്. പെനാൽറ്റി സ്പോട്ട് ഡാമേജ് ആക്കുന്നു. പെനാൽറ്റി എടുക്കാൻ വന്ന പ്ലെയർ അവിടെ സ്ലിപ്പ് ആവുന്നു, വീഴുന്നു. റഫറിമാർ കാരണം റൊണാൾഡോയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഗോളാണിത്. ക്ലിയർലി നമുക്ക് കാണാൻ പറ്റിയത് ഗോൾ ലൈനിന്റെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞിരിക്കും. എന്നിട്ടും റഫറിമാർ ആ ഗോൾ അലോ ചെയ്ത് കൊടുത്തില്ല. അർജന്റീനയ്ക്ക് വേണ്ടി മറഡോണ നേടിയ ഒരു ഹാൻഡ് ബോൾ ഫുട്ബോളിംഗ് ചരിത്രത്തിലാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടും ഫേമസ് ആയിട്ടുമുള്ള ഗോളാണ്. അന്ന് അർജന്റീന വേൾഡ് കപ്പ് ജയിച്ചതുകൊണ്ട് ഇതിനെ ഹാൻഡ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയുണ്ടായി. ബോൾ ഗെയിമിൽ ആക്റ്റീവ് ആവാൻ നോക്കി ഗോൾ കീപ്പറിന്റെ ബ്ലൈൻഡ് സൈഡിൽ ആ പ്ലെയർ ഒളിച്ചു നിൽക്കുന്നു. പന്ത് ആക്റ്റീവ് ആയപ്പോഴത്തേക്ക് ചാടിച്ചു വന്നിട്ട് ഗോൾ അടിക്കുകയും ചെയ്യുന്നു.